പിന്നെ മഴ കാലം തെറ്റി വരികയാണ്. അതായത് വേനൽ മഴയ്ക്ക് ഒരു ക്രമം ഉണ്ടായിരുന്നു, ആ ക്രമമെല്ലാം തെറ്റുന്നു. വടക്കൻ കേരളത്തിൽ ഇന്ന് മഴയാണെങ്കിൽ തെക്കൻ കേരളത്തിൽ നാളെ മഴ, മറ്റന്നാൾ മധ്യ കേരളത്തിൽ മഴ. മഴയ്ക്ക് ഒരു വ്യവസ്ഥ ഇല്ലാതായിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സ്വാധീനം തന്നെയാണോ ഇത് പ്രതിഫലിക്കുന്നത്? തീർച്ചയായും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ പ്രകൃതി തിരിച്ചുള്ള ഇത്തരത്തിലുള്ള മഴ രൂപത്തിലും സുനാമി രൂപത്തിലും പ്രളയ രൂപത്തിലും ഒക്കെ എത്തുന്നത്. നമുക്കിപ്പോൾ അറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പണം ഉള്ള ആളുകൾ അവർ എന്തും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നമ്മളെ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പാടങ്ങൾ നികത്തുന്നു, അതോടൊപ്പം തന്നെ വനമേഖലകളൊക്കെ വെട്ടിത്തെളിച്ച് അവിടെ വീട് വയ്ക്കുന്നു. അത്തരത്തിൽ ആവാസ വ്യവസ്ഥയെ പോലും നശിപ്പിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു, ഓസോൺ പാളികളിലടക്കം വിള്ളൽ വീഴുന്നു. സ്വാഭാവികമായും പ്രകൃതിയുടെ ആ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ കുട്ടിക്കാലത്ത് നമുക്കറിയാം, നമുക്ക് മഴ വരുന്ന കാലഘട്ടങ്ങൾ നമുക്കറിയാം. അതായത് ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ ഇടവപ്പാതി കുടയുമായി പോകുന്നു. അത് ജൂലൈ ഓഗസ്റ്റ് വരെ നിൽക്കുന്നു, കാലവർഷം പോലെ നിൽക്കുന്നു. പിന്നീട് ഓണമാകുമ്പോൾ വീണ്ടും പ്രകൃതി കർക്കിടകത്തിൻ്റെ ദുർഘടം പെയ്തൊഴിഞ്ഞിടത്ത് കോടിപ്പാവമുണ്ട് വിരിച്ചതുപോലെ ചിങ്ങപ്പുതുവയിൽ കടന്നു വരുമ്പോൾ മലയാളിയുടെ മനസ്സിൽ പൊന്നോണക്കാലം വരും. സ്വാഭാവികമായി ആ ഒരു പ്രകൃതി രമണീയമായ അന്തരീക്ഷം എത്തുന്നത് ചിങ്ങമാസത്തിലായിരിക്കും. ചിങ്ങമാസത്തിൽ പിന്നെ ഓണമൊക്കെ ആഘോഷിച്ച് വളരെ നമ്മൾ പൂക്കളമൊക്കെ ഇട്ട് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു മാസം കൂടെ കഴിയുമ്പോൾ, കന്നിമാസം കഴിയുമ്പോൾ തുലാവർഷം വരുന്നത്. തുലാവർഷം നമുക്കെപ്പോഴും അറിയാം, ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ഇടിമിന്നലോടുകൂടിയ മഴ. ഈ മഴയും വരുമ്പോഴാണ് പല കൃഷികളും, അതായത് വയലുകളും വാഴക്കൃഷിയും ഒക്കെ ആ രീതിയിലായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ. അപ്പം രണ്ട് തരം കൃഷി, പുഞ്ചകൃഷി, ഇതിനൊക്കെ സഹായകരമായ രീതിയിലായിരുന്നു പ്രകൃതി സഹായിച്ചുകൊണ്ടിരുന്നത്. ഈ തുലാവർഷത്തിൻ്റെ മഴയിൽ കിട്ടുന്ന വെള്ളമാണ് കിണറുകളിൽ സംഭരിച്ച ശേഷം അടുത്ത വേനൽക്കാലത്ത് അത് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതായത് ഈ ഇടവത്തിൽ പെയ്യുന്ന മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പെയ്ത് പെട്ടെന്ന് ഒഴിയും. തുലാത്തിൽ നിൽക്കുന്ന മഴയെന്ന് പറഞ്ഞാൽ നീണ്ടു പെയ്യും. അതുകൊണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു പണ്ട്. അതായത് ഇടവത്തിൽ നടക്കുന്നവനും ഇടവത്തിൽ നനയുന്നവനും തുലാത്തിൽ നനയാത്തവനും മണ്ടൻ എന്ന് പറയും. അതായത് ഇടവത്തിൽ നനഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരോ, കാരണം മഴ പെട്ടെന്ന് തോരും, അപ്പൊ തോർന്നിട്ട് നടന്നു പോകാന്നുള്ളതേ ഉള്ളൂ. ഇനി തുലാത്തിലാണെങ്കിൽ നനഞ്ഞില്ലെങ്കിൽ കാത്തു നിന്നാൽ ആ മഴ തോരാതെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് പറയാറില്ല, ഇടവത്തിൽ നനയാത്തവനും ഇടയത്തിൽ നനയുന്നവനും തുലാത്തിൽ നനയാത്തവനും മണ്ണാണെന്ന്. അതെ, അതോടൊപ്പം കുംഭമാസ ചൂടിനെ കുറിച്ച് കവിതകൾ പോലും ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ കുംഭമാസ ചൂടിൽ അലിയുന്ന ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്കൊക്കെ വരുന്ന ചില ക്യാപ്ഷൻസ് ആണ്. അപ്പം അത്തരത്തിൽ കുംഭമാസത്തിലെ ചൂടിനെ കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മൾ മീനത്തിലെ ചൂടിനെ പറ്റി മഴയെ പുകഴ്ത്തട്ടെ മണ്ടൂകം മാവിഞ്ചുന മണക്കും മേടത്തിന്റെ മടിയിൽ പിറന്ന ഞാൻ സ്വർഗവാതിൽ പക്ഷിയോടൊപ്പമേ വാഴ്ത്തിപ്പാടും മുഗ്ധരം മലനാട്ടു വേനലിന് അപദാനം എന്ന് വൈലോപ്പള്ളി. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കവിതകൾ പോലും കേരളത്തിൻ്റെ പ്രകൃതിയെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടും അല്ലെങ്കിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടും പല കവിതകൾ പോലും ഉണ്ടായിരുന്നു. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം, അതായത് നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറയുന്ന പോലെ ഈ പറയുന്ന വേനൽക്കാലത്തെല്ലാം ഈ പറയുന്ന നാമ്പുകൾ, പുതു പഴങ്ങൾ ഒക്കെ നിറഞ്ഞ്, ഫലങ്ങളെല്ലാം നിറഞ്ഞ്, പൂക്കളെല്ലാം പൂത്ത് വലിയ സമൃദ്ധിയുടെ ഒരു കാലഘട്ടം കൂടിയായിരുന്നു. മാമ്പഴമൊക്കെ എറിഞ്ഞിട്ട് നാട്ടിൻപുറങ്ങളുടെ വസന്തകാലമായിരുന്നു വേനൽക്കാലം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും കണ്ടെത്താൻ, ഇപ്പം മറ്റേ കാർബൈഡ് പോലുള്ള പഴുപ്പിച്ച മാങ്ങകളും അന്ന് നമ്മൾ മാങ്ങ എറിഞ്ഞിട്ട് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റും അതൊക്കെ നമുക്ക് നമ്മുടെ ഇത് ചുണ്ടിൽ നിന്ന് മായാതെ നിലനിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു രുചിയും അതിൻ്റെ ഒരു ഇതും ആ മാങ്ങ എറിഞ്ഞിട്ട് അത് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കുന്ന ആ ഒരു മനോഹരമായ ഒരു വേനൽക്കാലത്ത് പുറത്തിറങ്ങാൻ പേടിയാണ്, സൂര്യാതാപം വരുമോ. അതെ, വേനൽക്കാലമായി കഴിഞ്ഞാൽ സൂര്യാതാപം വരുമോ എന്നുള്ള പേടി. ഇപ്പോൾ നമുക്കറിയാം ഏപ്രിൽ 28 ഇന്നല്ലേ, 27 ഈ സമയത്തൊക്കെ എന്തുമാത്രം ചൂടുണ്ടാവേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ മഴയും ഇടിയും ഒക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹ്യൂമിഡിറ്റി കൂടുന്നു. നമുക്ക് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് AC ഇല്ലാതെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലെ പോലെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തി നിൽക്കുന്നു. പ്രകൃതി അത്രമാത്രം മാറിക്കഴിഞ്ഞു. എപ്പോൾ മഴ വരുമെന്ന് അറിയത്തില്ല. പണ്ട് നമ്മൾ ഞാനൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡിസംബറൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുട ഉപയോഗിക്കില്ല. കാരണം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 5 മാസത്തേക്ക് കുടയും വേണ്ട, റെയിൻകോട്ടും ഒന്നും വേണ്ട. പക്ഷേ ഇപ്പം നമുക്കിതെല്ലാം കരുതേണ്ടി വരും. കാരണം ഏത് സമയത്താണ് മഴയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
അത്തരത്തിലേക്ക് പ്രകൃതി മാറുന്നു. ഇന്നലെയൊക്കെ കൊല്ലം ജില്ലയിലൊക്കെ കനത്ത മഴയും കാറ്റും ഇടിമിന്നലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഓരോ ജില്ലകളിലും അത്തരത്തിൽ വരുന്നു. ഞാനിപ്പോൾ മഞ്ഞ അലർട്ട് ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിലാണ് മഞ്ഞ അലർട്ട്. അതായത് പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അതായത് ഇന്നലെ ശക്തമായ മഴ പെയ്ത കൊല്ലം ജില്ലയിലാണ് 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകൾ ഒഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാം, ചിക്കൻ ബോക്സും അടക്കമുള്ള പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുള്ള കാലാവസ്ഥ കൂടിയാണ് ഇപ്പോൾ. അതുകൂടാതെ ഇപ്പോൾ ഈ കോവിഡിന് ശേഷം ഉണ്ടാകുന്ന ചില രോഗങ്ങൾ, ഇതൊക്കെ തന്നെ പ്രകൃതിയും മഴയുമൊക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നമ്മുടെ കാലാവസ്ഥ മാറി അതിനനുസരിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ മഴ വരുമ്പോൾ ശക്തമായ പ്രളയം വരുന്നതായി തന്നെ കണക്കാക്കിക്കൊണ്ട് അതിൻ്റെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ വേണ്ട ജാഗ്രതകൾ ഓരോ മനുഷ്യർക്കും അത് നൽകേണ്ടതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ദുരന്തമുണ്ടായതിന് ശേഷം മാത്രമാണ് ഇവർ അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ. ആ സാഹചര്യങ്ങൾ മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. അത് മീൻപിടുത്തക്കാർ ഉൾപ്പെടെ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യത പോലുമുണ്ട്. അതോടൊപ്പം തന്നെ സുനാമി വരാനുള്ള സാധ്യതയും പലപ്പോഴും കാലാവസ്ഥാ വകുപ്പൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം, അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതിന് ശേഷം ഇനിയും അത്തരത്തിൽ സുനാമി വരാനുള്ള സാധ്യതകളൊക്കെ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മഴയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഈ പ്രിയൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇപ്പോൾ നമ്മുടെ ഈ കാലാവസ്ഥ മാറുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളും വളരെ ശ്രദ്ധിക്കണം. രോഗാവസ്ഥ കൂടുന്നു. അതോടൊപ്പം പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്ത് 7 ദിവസം റെസ്റ്റ് എടുത്ത് പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും. പക്ഷേ ഇപ്പോൾ ഈ പനി വന്നതിന് ശേഷം തൊണ്ടവേദനയും ചുമയും ദീർഘകാലമായി മാറാതെ നിലനിൽക്കുന്നുണ്ട്. അതായത് നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മുമ്പ് ശരീരത്തിൻ്റെ ഘടനയെ വലിയ തോതിൽ കാലാവസ്ഥ സ്വാധീനിച്ചിട്ടില്ല. മഴക്കാലത്ത് മഴ നനഞ്ഞാൽ പനി പിടിക്കും എന്നുള്ളൊരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കാലത്ത് വിയർത്ത് പനി പിടിക്കുന്ന അല്ലെങ്കിൽ ജലദോഷം പിടിക്കുന്ന അവസ്ഥ, തണുപ്പ് കാലത്ത് തണുപ്പുമുണ്ട്. വേനൽക്കാലത്ത് വരൾച്ചയും മഴക്കാലത്ത് വെള്ളപ്പൊക്കവും എന്ന് പറയുന്ന ആ അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനം വലിയ രീതിയിൽ മനുഷ്യജീവിതത്തെയും കാർഷിക വൃത്തിയെയും ദൈനംദിന പ്രവൃത്തികളെയും വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കാലാവസ്ഥയെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾക്ക് കാരണം നമ്മുടെ പ്രകൃതിയിൽ നിന്ന് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിനനുയോജ്യമായ രീതിയിലേക്ക് നമ്മൾ മാറിയില്ലെങ്കിൽ ഇത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നാണ് കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.